ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീഫ് കറി ആക്കിയാലോ. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുക്കാം. തൽക്കാലം ഞാൻ മിക്സറിൽ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 പ്രസ്സിൽ തന്നെ നന്നായിട്ട് അരിയും. ഞാനിപ്പോൾ 2-3 പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കർ ഇതിലൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അഫ്കോഴ്സ് നമ്മൾ ഉള്ളി ഇടുക. കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അത് വാടുമ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. ഏത് കറിയിലിട്ടാലും ഒരു പ്രത്യേക രുചി വരും. അതുകൊണ്ട് ചെറിയ ഉള്ളിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുക. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തക്കാളി ഇടണം. തക്കാളി കൂടി ഇട്ടിട്ട് തക്കാളി നല്ലപോലെ അതിൽ മിക്സാക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വാടുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ, പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിനിടുക. ഉപ്പ് കുറച്ച് നല്ലോണം ഇട്ടോ, കാരണം നമുക്ക് ബീഫിനും കൂടി പിടിക്കണം. അതുകൊണ്ട് ഉപ്പ് കുറച്ച് നല്ലപോലെ തന്നെ ഇടുക. കുരുമുളക് വേണമെങ്കിൽ നല്ലോണം ഇടുക. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കൊത്തമല്ലിപ്പൊടി 1.25 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണിന് കുറച്ച് കൂടുതൽ ഗരം മസാല ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം അതും നല്ലോണം ഇളക്കിയതിന് ശേഷം ബീഫ് ഇടുക. ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയായിട്ട് നല്ലപോലെ മിക്സ് ആവണം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പുളിനാരങ്ങ ഞാനിവിടെ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പുളിനാരങ്ങ നീര്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എല്ലാവരും ചൂട് വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുക. ഏകദേശം ഒരു 6-7 വിസിലായപ്പോൾ എൻ്റെ വേവായി. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ ലിഡെല്ലാം എന്നിട്ട് ഊരിയതിന് ശേഷം ഇത് തിളപ്പിക്കാൻ വെച്ചു. അതിൻ്റെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കേട്ടോ. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് നീര് വേണ്ടേനു, അതുകൊണ്ടാണ്. അത്രയ്ക്ക് കറി വേണ്ടാത്തതുകൊണ്ട് കുറച്ച് കുറുകിക്കുന്നതാണ്. അതിന് ശേഷം ഞാൻ ചോറെടുത്തു. എൻ്റെ കറി അവിടെ തയ്യാറായി. ചോറ് എടുത്തിട്ട് നമുക്കെന്നാൽ ബീഫ് കറിയും കൂടി ചോറ് തിന്നാം അല്ലേ. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഒരു മോരാണ്, ഒരു വെറൈറ്റിയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് എൻ്റെ ബീഫ് കറി റെഡിയായി. ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബീഫ് കറിയാണ്. ഇനിയിപ്പോൾ ബീഫും കൂടി കൂട്ടിയിട്ട് ഞാനങ്ങ് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്